അല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവിനുള്ള പ്രത്യേകത ഓരോ ദിവസവും തലേന്ന് പറഞ്ഞെന്ന് ഘടകവിരുദ്ധമായി പറഞ്ഞ് അത് ആണ് ശരി എന്ന് പ്രത്യേകം പറയുന്നതിൽ സവിശേഷ വൈദഗ്ധ്യമുണ്ട്. ഇത് എത്ര തവണ നിയമസഭയിൽ തന്നെ തുറന്നു കാട്ടപ്പെട്ടതാണ്. ആ പെൻഷൻ കൊണ്ടുവരുമ്പോഴുള്ള ചർച്ച എന്തായിരുന്നു? അന്ന് ഇത് പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞ ആളുകൾ എന്ത് സമീപനം സ്വീകരിച്ചു? ഈ 1600 ഇപ്പോൾ 2000-ലെത്തിയില്ലേ പെൻഷൻ? 100 രൂപയല്ലേ UDF-ൻ്റെ സംഭാവന ആകെ? അത് കൊടുത്തില്ലല്ലോ. പിന്നെ VS ഗവൺമെൻറ് വന്നപ്പോഴല്ലേ ആ 100 രൂപ കൊടുത്തത്. ഇപ്പോൾ ഒരു പ്രസംഗത്തെക്കുറിച്ച് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞില്ലേ? ഇപ്പം എല്ലാം ഇത് പഴയ പോലെ അല്ലല്ലോ, എല്ലാം പബ്ലിക് ഡൊമൈനകത്തുണ്ടല്ലോ. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ആധികാരികമെന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം നിയമസഭയിലും ഞാൻ തന്നെ ഒരു പ്രശ്നത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതെനിക്ക് തോന്നുന്നു നിങ്ങളൊന്നും മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിനും വഴങ്ങില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾ തന്നെ അപ്രിയ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ എങ്ങനെ പ്രതികരിക്കണമെന്നിപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക പരിലാളന പ്രതിപക്ഷത്തിനുണ്ടല്ലോ. AI ക്യാമറ കേസ് തള്ളി. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, കോടതികളുടെ പൊതു സമീപനം പൊതു താല്പര്യ ഹർജികൾ അംഗീകരിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും അത് കേട്ടു. യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന സാധനം ഓരോ വാചകം വച്ചിട്ട് ഒരു തെളിവും തെളിയിക്കാൻ കഴിയാത്ത വിധം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന അതിശക്തമായ വിമർശനം AI ക്യാമറ കേസിലുണ്ടായില്ലേ? അപ്പോൾ അന്ന് പറഞ്ഞത് എന്ത്? നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണല്ലോ മാധ്യമങ്ങൾ. അന്ന് എന്തൊക്കെ പറഞ്ഞു? കോടതി ഇപ്പം എന്തൊക്കെ പറഞ്ഞു? ശരിക്കും അത് കൊടുക്കേണ്ടതായിരുന്നില്ലേ? കോടതി ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ മുഖത്തേറ്റടിയായിരുന്നല്ലോ AI ക്യാമറ. K-ഫോൺ വന്നപ്പോൾ എന്ത് പറഞ്ഞു ചീഫ് ജസ്റ്റിസ്? നിങ്ങൾക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഇന്ത്യയിൽ ഏതെങ്കിലും കോടതി ഒരു പ്രതിപക്ഷ നേതാവിനോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അസാധാരണമായതല്ലേ വാർത്ത. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഹൈക്കോടതി ചോദിക്കുന്നത്. ഇപ്പോൾ സ്പ്രിംഗ്ലർ, ഇപ്പോൾ അവർ ഗുർഗാവിൽ ഓഫീസ് തുടങ്ങിയില്ലേ, വലിയ ക്യാമ്പസ് തുടങ്ങിയില്ലേ? സ്പ്രിംഗ്ലർ ഇവിടെ വരേണ്ട സ്ഥാപനമല്ലേ? ആരാ അത് ഓടിച്ചത്? 26,000 കോടിയിൽ ഇപ്പോൾ ന്യൂയോർക്ക് മാർക്കറ്റിൽ, ഓഹരി മാർക്കറ്റിൽ അവർ ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ? ഇപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ വരേണ്ട ഒരു കമ്പനിയെ പേടിപ്പിച്ച് കേരളത്തിന് പുറത്തേക്ക് ഓടിച്ചതിൻ്റെ ആഹ്ലാദം ഈ വിധി കൂടി വന്നപ്പോൾ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും BJP അന്നത്തെ പ്രസിഡന്റിനും എല്ലാവർക്കും അതിന് നല്ല രീതിയിൽ പൊരിപ്പിച്ചു കൊടുത്ത മാധ്യമങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദിത്വം വീതം വെച്ചെടുക്കാം. ശരിക്കും നിക്ഷേപത്തെ ആരും ഓടിക്കുന്നത് കേരളത്തിൽ നിന്ന്? ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് എന്തിങ്ങനെ കിട്ടിയെന്നൊരു ചോദ്യം വന്നില്ല ഇവിടെ. അപ്പോഴും അതും ഒരു അംഗീകാരമായിട്ട് എടുത്തു. ആരെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരാൾ ഒരു IT കമ്പനി തുടങ്ങിയാൽ അതിനെ ഉയർത്തി കാണിക്കേണ്ടതിന് പകരം പരിഹസിച്ചപ്പോൾ അതും നിങ്ങൾ വളരെ കൂട്ടാതെ വിഴുകിയില്ലേ പൊതുവെ? അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട ഒരു നിക്ഷേപം അത് ഇല്ലാതാക്കുന്നതിന് അനാവശ്യ വിവാദങ്ങൾ വഴിതെളിച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത മേഖലയാണെങ്കിൽ ആ മേഖലയിലെ പരിചിതരായ ആളുകളുമായിട്ടാണ് വിവരങ്ങൾ പങ്കുവെക്കുക. പക്ഷെ ലോകത്ത് സൂര്യന് കീഴിലുള്ള എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ടെന്ന് കരുതുന്ന ആളുകൾ വെച്ച് നിങ്ങൾ ഈ ചർച്ചയെ കാണുന്നത്. സ്പ്രിംഗ്ലറാണെങ്കിൽ അവർ പിന്നെ മറ്റേ വിമാനം തകർന്നാൽ അവർ, കൃഷിയാണെങ്കിൽ അവർ, വ്യവസായം അവർ, അതിൽ നിന്ന് മാറി ഇത്തരം കാര്യങ്ങളുടെ ഒരു ശരിയായ രൂപത്തിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ വിവാദം വരുമായിരുന്നില്ല. നമുക്ക് നമ്മുടെ നാട്ടിലേക്കുള്ള നിക്ഷേപങ്ങൾ ആട്ടി ഓടിച്ചതിന് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തോട് വിവാദം സൃഷ്ടിച്ചവർ മാപ്പ് പറയേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.